ചക്കപ്പായസമാണ് ഉണ്ടാക്കുന്നത്. കഴിഞ്ഞ ദിവസം വെട്ടി ആ പഴഞ്ചക്കയില്ലേ, അതാണിത്. 5 എണ്ണം ഞാനും 5 എണ്ണം അമ്മയും തിന്ന് മത്ത് പിടിച്ചു പോയി. അത്രയ്ക്ക് മധുരമാണ്. ഇനി ഇതിവിടെ ഇരുന്നാൽ ഫ്രിഡ്ജിലിരുന്ന് അലിഞ്ഞു പോകത്തേ ഉള്ളൂ. അതിലും നല്ലത് വേസ്റ്റ് ആവാതെ എന്തെങ്കിലും നല്ലത് ഉപയോഗപ്രദമാക്കാം. ചക്കേൻ്റെ കുരെല്ലാം കളഞ്ഞ് നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് പാഴെടുക്കുക. അത് മിക്സിയിലിട്ട് നന്നായി അരച്ചെടുക്കണം. പേസ്റ്റ് രൂപത്തിൽ അരച്ച ശേഷം അത് നെയ്യിലിട്ട് വരട്ടിയെടുക്കണം. വിചാരിച്ച പോലെ ഒന്നല്ല, പണി കുറച്ച് കൂടുതലാണ്. ഈ വരട്ടലാണ് കേട്ടോ മെയിൻ പണി. അത് വരട്ടി വരാൻ കുറച്ച് പ്രയാസമാണ്. വരണ്ട് വരുമ്പോഴേക്കും ഇതിന് ചെറുതായിട്ട് കളറൊക്കെ മാറിക്കിട്ടും. കൈവിടാതെ ഇളക്കാനും തേങ്ങ ചിരകി സഹായിക്കാനും കണ്ണേട്ടം വന്നതുകൊണ്ട് എനിക്ക് പകുതി ആശ്വാസമായിട്ടുണ്ട്. ആദ്യ പാലവിടെ മാറ്റി വെച്ച് 2ാം പാലിൽ ചക്ക മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ വേവിച്ചെടുക്കേണ്ടത്. നന്നായി ചക്ക മിക്സ് ആക്കിയ ശേഷം അതിലേക്ക് ശർക്കര കൂടി ആഡ് ചെയ്യുക. ഞാനിവിടെ ശർക്കരയല്ല, പനങ്കൽക്കണ്ടാണ് ആഡ് ചെയ്യുന്നത്. ഇത് ഇച്ചൊന്ന് കുറുക്കുണ്ടാക്കാൻ വാങ്ങിയതിൻ്റെ ബാക്കിയാണ്. അവൾ തീരെ കഴിക്കാത്തത് കൊണ്ട് ഇത് ബാക്കിയായി കിടക്കാണ്. അല്പം ഫ്ലേവറിന് വേണമെങ്കിൽ ഏലക്കപ്പൊടി കൂടി ചേർക്കാം. ശർക്കര അലിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 1ാം പാല് മിക്സ് ആക്കിയിട്ട് ഒന്ന് ചൂടാവുക. അത് തിളയ്ക്കേണ്ട ആവശ്യം വരില്ല. അതിനുശേഷം തീ ഓഫ് ചെയ്യാവുന്നതാണ്. അങ്ങനെ പായസം റെഡിയായി കഴിഞ്ഞാൽ അതിലേക്ക് തേങ്ങാക്കൊത്ത് മൂപ്പിച്ച് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് കുടിക്കാവുന്നതാണ്.